എല്ലാവർക്കും നല്ല സുപ്രഭാതം ഞാൻ നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ കാഴ്ച തന്നെ കണ്ണിന് അതിമനോഹരമായിട്ട് തന്നെ തോന്നുന്നില്ലേ എല്ലാവർക്കും? നമ്മുടെ വാപ്പച്ചിയാണിത്. വാപ്പച്ചിയുടെ ഏജ് എന്ന് പറഞ്ഞാൽ 82+ ആണ്. പക്ഷേ നമ്മൾ ടീനേജേഴ്സ് അല്ല, നമ്മൾ യൂത്തിനെക്കാട്ടിലും അതേപോലെ തന്നെ ടീനേജേഴ്സിനെക്കാട്ടിലും എനർജിയും അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും. പുള്ളിക്കാരൻ ഇപ്പോഴും ചെരുപ്പൊന്നും യൂസ് ചെയ്യത്തില്ല കേട്ടോ. പുള്ളിക്കാരൻ ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ എക്കത്തിൻ്റെയും ഓണറായിരുന്നു. ഇപ്പോഴും ഒത്തിരി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആളുടെ കയ്യിലുണ്ട്. പക്ഷേ വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ കേട്ടോ. ഈ സ്ഥലത്തെ എല്ലാ കാര്യങ്ങളിലും വാപ്പച്ചിയുടെ കണ്ണെത്തും കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വാപ്പച്ചി എനിക്ക് സമ്മാനിച്ചതാണ് കേട്ടോ ഈ ചെറിയൊരു ഞാലിപ്പൂവിൻ്റെ പഴുക്കാത്ത ഒരു കായയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ വെച്ചാൽ മതി, കാറ്റ് കയറാത്തടത്ത് ചന്ദനത്തിരി കത്തിച്ച് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കൊണ്ട് ആവുന്ന രീതിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് നോക്കാം. പഴുത്ത് കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് നോക്കാമല്ലോ. ഓർഗാനിക് ആയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ട് കഴിക്കുകയും ചെയ്യാം അല്ലേ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ രാജഗിരിയിലെ പ്ലേ സ്റ്റേഷനാണ് കേട്ടോ, രാജഗിരി ഹോസ്പിറ്റലിൽ. ഞാൻ ഈ വീഡിയോ എടുത്തിടാൻ മറ്റൊന്നും കൊണ്ടിട്ടല്ല, നമ്മുടെ സെറക്കുട്ടി രാജഗിരിയിൽ വന്നിരുന്നപ്പം കളിക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ. കാരണം അവിടെ എല്ലാം ഉണ്ട്, ഈ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഈ സ്ഥലത്തിന് കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് എന്താണെന്നറിയോ തോന്നിയത്, എന്തോ ഏരിയ കുറഞ്ഞതാണോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിലൊരു കൺജസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നി. മേ ബി എനിക്ക് തോന്നുന്നത് എൻ്റെ കൊച്ചിന് ഹൈറ്റ് വെച്ചുകൊണ്ടിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഈ കുട്ടിക്ക് ഇപ്പം ഈ കാറ്റർപില്ലറാണെന്ന് തോന്നുന്നു അല്ലേ, ഇത് കാറ്റർപില്ലർ ആയിരിക്കാം. അപ്പം ഈ കാറ്റർപില്ലറിലോട്ടൊക്കെ അവൾക്ക് കയറാൻ ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ അവൾ ഒരു പ്രാവശ്യം കയറി, പിന്നെ അവൾക്കും മടുത്തു. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ ഇതെന്താ അമ്മ എനിക്ക് പറ്റാത്തത്, എനിക്ക് കുറേ കുമ്പിടേണ്ട വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടം. ഞാൻ പറഞ്ഞു പോട്ടെ മോളെ, നമുക്ക് ഇത് ഒരു ക്രീം ബണ്ണും ഒരു ചായയും കുടിച്ചിട്ട് നമുക്ക് ഈ സങ്കടം തീർക്കാം എന്ന് പറഞ്ഞു. ഡോക്ടറെ കണ്ടു, ഡെഫിഷ്യൻസിയുടെ മരുന്നെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് അവൾക്കുള്ളത്. തൈറോയിഡും അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. മുടി പൊഴിച്ചിലുള്ള കൊണ്ടിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. അപ്പോൾ വൈറ്റമിൻ ഡി തന്നെയായിരുന്നു കുറവ്. അന്നേരം അതിനുശേഷം ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ ഞാൻ വാങ്ങിച്ചു. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ ഞാൻ കഴിച്ചത്. പിന്നെ നമ്മളുടെ ഹോസ്പിറ്റലിൽ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്നു. അവൾക്ക് വാട്ടർ ഫൗണ്ടൻ കുറച്ച് നേരം കുഞ്ഞൊരു ഫൗണ്ടൻ അവൾ കണ്ടുകൊണ്ട് നിന്നു. അപ്പം ഞാൻ പറഞ്ഞു സാരില്ല, നമുക്ക് ഇത് BCBയിൽ കൊണ്ടുപോയിട്ട് അമ്മ ഈ സങ്കടം തീർത്ത് തരാം എന്ന് പറഞ്ഞു. BCBയിലാണെങ്കിൽ കുറച്ചും കൂടെ വലിയ വലിയ റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുട്ടികളാണെന്നുണ്ടെങ്കിലും ഒത്തിരി പെട്ടെന്നാണല്ലേ അവർക്ക് ഇവർക്ക് ഹൈറ്റ് ഇത്രയും വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. കാരണം 2 കുട്ടികളും ഹസ്ബൻഡിൻ്റെ ഹൈറ്റിലോട്ടാണ് പോയത് കേട്ടോ. എൻ്റെ പോലെ വന്നില്ല എന്തായാലും. അപ്പോൾ എന്താണ് ഇതിപ്പോൾ സെറക്കുട്ടിയുടെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ വന്ന് നിൽക്കുന്നതേ ഉള്ളൂ. സെറയുടെ റിക്വസ്റ്റ് പ്രകാരം ഞാനൊന്ന് അടുത്ത് വന്നിരുന്നതാണ്. സെറക്കുട്ടിക്ക് ആംസോണിൽ നിന്ന് ഒരു സർപ്രൈസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് പൊട്ടിച്ച് കാണാം. സർപ്രൈസ് ഒന്നല്ല കേട്ടോ, നമുക്ക് നമ്മുടെ സെറക്കുട്ടി ഡാഡിയോട് എന്തോ പറഞ്ഞു വേണമെന്ന്. അപ്പോൾ ഡാഡി അത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊടുത്താണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. കാണിച്ചെടുക്കുക, എല്ലാവരും കാണിച്ചെടുക്കുക എന്താണെന്ന്. കൈ പിടിക്കല്ലേ. ഹായ് മാഷ്മെലോ, കാണിച്ചെടുക്ക് മാഷ്മെലോ, കാണിച്ചെടുക്ക്. എങ്ങനെ കണ്ട മാഷ്മെലോ വാങ്ങാറുണ്ട് കേട്ടോ. എപ്പോഴും അല്ല, ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുള്ളൂ. അത്ര വലിയ പ്രൊമോട്ട് ചെയ്യുന്നതല്ല കേട്ടോ, ഇത് അത്ര നല്ലതല്ല. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു ആഗ്രഹം പറയുമ്പോൾ നോക്കട്ടെ, നമുക്ക് പ്രൈസ് ഒക്കെ പറയട്ടെ. ഇത് വേഗാനിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേഗൻസിനുള്ളതാണെന്ന് തോന്നുന്നു. വേഗൻസിന് കഴിക്കാം എന്നതാണ്. പിന്നെ പർപ്പിൾ കളർ അല്ലേ, ഹാർട്ടിൻ്റെ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 399 എഴുതിയിരിക്കുന്നത്. അത്ര ആയില്ല കേട്ടോ, 399 അല്ലായത്. 290 270 അത്രയെന്തോ ആയുള്ളൂ. 175 ഗ്രാം. സ്ട്രോബെറി ഓർ വാനില ഫ്ലേവർ. ശരിക്കുറ്റി എല്ലാവരും പറയാം ഇഷ്ടമായെന്ന് വെച്ചേ ചോയ്ക്ക്. ബൈ ബൈ, സീ യു. അപ്പം ആ വീഡിയോ എല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് ഞാൻ ചെടി നനയ്ക്കാൻ പോയപ്പം കണ്ടതാണ് കേട്ടോ. നമ്മളുടെ ചെടിയുടെ ലീഫിൻ്റെ അടിയിലിരിക്കുന്നതാണ് ഗോൾഡൻ കളറുള്ള ഒരു പുഴു. ഈ സംഭവം അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് തോന്നി. സെറക്കുട്ടിയാണ് എന്നോട് പറഞ്ഞത്, മമ്മി ഈ വീഡിയോ എടുത്ത് താ എന്ന് പറഞ്ഞത്. കണ്ടില്ലേ നന്നായിട്ട് അതിങ്ങനെ തിളങ്ങുന്നു അല്ലേ, നല്ല രീതി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടുത്തെ 2 എണ്ണം ഉണ്ടായിരുന്നു, വേറൊരെണ്ണം കൂടി ഉണ്ടായിരുന്നു. നമ്മൾ ഈ കാലിലിടുന്ന ചിലങ്കയുടെയൊക്കെ ഇതുപോലെ ഇങ്ങനത്തെ സംഭവം എന്താണ് ശരിക്കും അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഏതോ ടൈപ്പ് ഒരു വേമാണ്, പക്ഷെ അത് പട്ടുനൂൽപ്പുഴു ആണോ എന്താണെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഞാനൊന്ന് വീഡിയോ എടുത്ത് വെച്ചായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ 2-3 എണ്ണത്തിൽ അത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 എണ്ണത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ എടുത്തത്. സംഭവം എന്തായാലും കാണാൻ കൊള്ളാം അല്ലേ. അങ്ങനെ ഞങ്ങൾ ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് അന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു. ഫുഡ് കഴിച്ചു, റെസ്റ്റ് എടുത്തു, ഉറങ്ങി.
നമ്മുടെ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു. അതായത് രാവിലെ ഇന്ന് നമ്മൾക്ക് കായൊക്കെ പഴുപ്പിക്കാൻ വെച്ചത് കണ്ടില്ലായിരുന്നു. അതിനുശേഷം ഉച്ചക്കലത്തേക്ക് ഇവ ഉണ്ടെന്ന്. കാരണം ഇവയ്ക്ക് ഇന്ന് എക്സാം സ്റ്റഡി ലീവ് അല്ലേ, അങ്ങനെ എന്തോ സംഭവമാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവ കുട്ടിക്ക് അവൾ പറഞ്ഞു നോർമലി ചോറ് കഴിച്ച് എപ്പോഴും അത് തന്നെയല്ല, അപ്പം എന്തെങ്കിലും ബാസ്മതി റൈസ് വെച്ചിട്ട് തക്കാളി ചോറുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പുള്ളി എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി ഉച്ചക്കലത്തേക്ക് തക്കാളി റൈസ് ആക്കാം എന്ന് കരുതി. കാണിക്കാൻ വേണ്ടി ഒന്നുമില്ല, എൻ്റെ കുക്കിംഗ് അറിയാലോ. എന്താ പറയുക, മുളകില്ല, എരിവില്ല, അങ്ങനെ ചില ഈസി പണികളാണ്. അപ്പം ഇവരുടെ രീതിയിൽ തക്കാളി റൈസ് ഉണ്ടാക്കാം ഉച്ചയ്ക്ക്. അതിനുശേഷം കുറച്ച് ക്ലീനിങ്സ് ഉണ്ട്. അപ്പം നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോവാം കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഉണ്ടാക്കാം. ഇത് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല, കാരണം പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ അവർ കരുതും ഐക്യോ ഈ പെണ്ണുമ്പിള്ളത് എന്തോ കാണിക്കണേന്ന് കരുതും. പക്ഷെ ഇതാണ് ഇവർക്ക് ഇഷ്ടം, കാരണം ഇവരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഞാൻ രാവിലെ എന്തായിരുന്നു കുട്ടി, ഗോതമ്പ് പുട്ടും പടവലങ്ങക്കറി ആയിരുന്നു. ഇവ സിഗ്മയാട്ടോ, ഇവയ്ക്ക് കുറച്ച് വഴക്ക് കിട്ടി എൻ്റെ അടുത്തുനിന്ന്, അതുകൊണ്ട് ഇവ സിഗ്മയാണ്. അപ്പം നമുക്ക് അത്യാവശ്യം ഓയിൽ, അല്ലെങ്കിൽ ഇവിടെ കടുക് പൊട്ടിക്കല് കുറവാണ് കേട്ടോ. ഇപ്പം പിള്ളേർക്ക് ഇഷ്ടമല്ലെങ്കിലും എനിക്കും ഹസ്ബൻഡിനും ഇങ്ങനെ കടുക് പൊട്ടിക്കുന്ന പരിപാടി ഇഷ്ടമല്ല. പ്രത്യേക ഒരു ഫാമിലി അല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം? പിന്നെയും മഴ വന്നു, എഗെയിൻ നമ്മുടെ ക്ലൈമറ്റ് മഴയിലേക്ക്. അപ്പം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. കുറച്ച് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് ടൊമാറ്റോ ഉണ്ട്, പിന്നെ ഒരു ക്യൂബ് ഉണ്ട്. അപ്പം ഇവയ്ക്ക് ആയതുകൊണ്ട് ചിക്കൻ്റെ മാഗി ക്യൂബാണ്, അവൾക്ക് പ്രശ്നമില്ലല്ലോ. അപ്പം നമ്മൾ ഒരുമിച്ചാണ് ഇട്ട് ഇടുന്നത്. ഞാൻ സവാളയും തക്കാളിയും കൂടെ ഒരുമിച്ചാണ് ഇടുന്നത്. ജസ്റ്റ് ഇട്ടൊന്ന് വാട്ടിയെടുക്കും. കാരണം നമ്മൾ റൈസ് ഓൾറെഡി നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതെ, റൈസ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ അത്യാവശ്യം ഉപ്പും ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടി ഇട്ടിട്ടാണല്ലോ വേവിച്ച് വെക്കണം. അപ്പം ഇതിലേക്ക് ഇനി ഉപ്പ് ഇടുന്നില്ല, അതിന് പകരം ഞാൻ ക്യൂബേ ഇടുന്നുള്ളൂ കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. വീണ്ടും മഴ വന്നു, ക്ലൈമറ്റ് വീണ്ടും മോശമായി തുടങ്ങി. ഇപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി, പക്ഷേ വോയിസ് ഓവർ ചെയ്യേണ്ടി വരും. പിന്നെ ഞാനും ഇന്നലെ ഞാൻ കുമ്പിളി ഒരുപാട് സ്ഥലത്ത് എനിക്ക് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒരു 4-5 കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. വീട്ടിലെ അല്ല കേട്ടോ, പുറത്തെ കാര്യങ്ങൾ, ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്നലത്തെ വീഡിയോ എടുക്കൽ പോയി. പിന്നെ ഇന്നലെ ഞാൻ വോയിസ് ഓവർ ഓൺ വോയിസ് ചെയ്യാൻ പറ്റില്ല, കാരണം ബാക്കിൽ നല്ല ഒരു വീട് പണി നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ നല്ല ഒച്ചയുണ്ടായിരുന്നു. അവരുടെ വീടിൻ്റെ മറ്റേ സിമെൻറ്റ് മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ശബ്ദം ഓൺ വോയിസ് ഒട്ടും കൊടുക്കാനും പറ്റില്ല. അന്നേരം ഇപ്പം ഞാൻ കരുതി ഇപ്പം ഒന്നെടുക്കാമല്ലോ. ചെറിയ വീഡിയോ ആണ്, അതുകൊണ്ടിട്ട് ഞാൻ പ്രീവിയസ് ആയിട്ട് കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ട് കൂട്ടി വെച്ചിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതേ കുറച്ച് നേരം ഒന്ന് വാടട്ടെ. ഒന്നുമില്ല, കുറച്ച് സൺഫ്ലവർ ഓയിലേക്ക് നമ്മളുടെ തക്കാളി ഇട്ടു, പിന്നെ സവാള ഇട്ടു, പിന്നെ ഒരു ക്യൂബ് ഇട്ടു, അത്രേ ഉള്ളൂ. നന്നായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് വെജ് മസാല ഇടും, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടും. അങ്ങനെ കുറച്ച് ആ പൊടിയൊക്കെ അതിലേക്ക് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇടും. ഒരു 2-3 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. തക്കാളി റൈസ് റെഡി. അത്രേ ഉള്ളൂ. പെരിഞ്ചീരകമൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, പക്ഷെ ഇത് അത്ര വലിയ കാര്യമല്ല. അതൊന്നും ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ ഉള്ള ഐറ്റംസൊക്കെ, ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ കുറേ ഇന്നലെ ചെന്നിട്ട് വാങ്ങിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം ആദ്യം തന്നെ നമ്മളുടെ ഒരു റൂം മാത്രമേ ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. മറ്റു റൂമുകളും കുറച്ച് ക്ലീനിങ് ഉണ്ട്, കുറച്ച് പൊടി തട്ടലും കാര്യങ്ങളും അത്രേ ഉള്ളൂ.
അപ്പം അതിനുശേഷം നമുക്ക് മേളിൽ നമുക്ക് ബാൽക്കണിയിൽ സെറ്റ് ചെയ്യാം ക്രിസ്മസ് ട്രീ. അതായിരിക്കും ഭംഗി. അപ്പം 2-3 പേര് കാണുകയും ചെയ്യുമല്ലോ. അകത്ത് വെച്ച് ആരും കാണില്ല. ആരെങ്കിലും കാണാനാണല്ലോ എല്ലാവരും ട്രീയും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അല്ലാതെ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് കണ്ട് ആനന്ദിക്കാൻ മാത്രമാണോ? അല്ല. അപ്പം ഞാൻ കരുതി മുകളിൽ ബാൽക്കണിയിൽ വെക്കാം. പക്ഷെ ബാൽക്കണിയിൽ വെച്ചാൽ ഒരു പ്രശ്നമുണ്ട്, മഴ പെയ്യുന്നുണ്ടല്ലേ. അപ്പം എന്താണെന്നറിയോ, നമ്മുടെ ഗ്ലാസ് ഒക്കെ ഇട്ട് നമ്മൾ അടച്ചെങ്കിലും അവിടെ കുറച്ച് കുട്ടികൾക്കും കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബാൽക്കണി കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം മഴ പെയ്യുമ്പം ആ ഗ്ലാസിൻ്റെ ഇടയിലൂടെ വെള്ളം ചെറുതായിട്ട് വരുന്നുണ്ട്. കോൾ വന്നായിരുന്നു, ഹസ്ബൻഡ് വിളിച്ചായിരുന്നു. അപ്പം നമുക്ക് ഇനിയിപ്പോൾ മസാലകൾ പറയാം. മസാലകൾ നമ്മുടെ മഞ്ഞപ്പൊടി തീർന്നു, ഒരു രക്ഷയില്ല, നമുക്ക് പെട്ടെന്ന് നിന്ന് വാങ്ങാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, മല്ലിപ്പൊടി ഇടും, അത്രയേ ഉള്ളൂ. കുറച്ച് ഇത്ര മല്ലിപ്പൊടി ഇടുക, അതായത് ഒരു പൊടികളും എടുക്കില്ല കേട്ടോ. പിന്നെ നമ്മളുടെ വെജിറ്റബിൾ മസാലയുണ്ട്. അപ്പം മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത്ര വെജിറ്റബിൾ മസാലയുണ്ട്. പണ്ട് എൻ്റെ ഇവക്കുട്ടിക്കൊക്കെ തക്കാളി ഇഷ്ടമല്ലായിരുന്നില്ലേ, ചെറുതായിരുന്നപ്പം. അപ്പം അവരുടെ ഇഷ്ടങ്ങൾ നമ്മളിങ്ങനെ അവരുടെ ഇഷ്ടപ്പെട്ട രീതിയിലാക്കി കൊടുക്കാം. വെജിറ്റബിൾസ് നേരിട്ട് കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യാറുള്ളത് ഇങ്ങനെ ഓരോ സൂത്രപ്പണികളില്ലേ, തക്കാളി ചോറ് അതൊക്കെ. അപ്പം ആദ്യം ഞാനൊരു ദിവസം തക്കാളി ചോറ് ഇവരോട് പറഞ്ഞപ്പോൾ ഇവ പറഞ്ഞു, തക്കാളി ചോറോ, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. കാരണം അവള് കരുതി നോർമൽ റൈസിൽ തക്കാളി കറി ഇട്ട് കൊടുക്കലാന്ന് കരുതി. അപ്പം വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം തക്കാളി റൈസിൻ്റെ ടേസ്റ്റ് പിടിച്ചപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ്. എനിക്കിത് മതി എന്നുള്ളൊരു ഭാവം. സെറയ്ക്ക് വലിയ താല്പര്യമില്ല കേട്ടോ, തക്കാളി റൈസ് വലിയ താല്പര്യമില്ല. സെറയ്ക്ക് പിന്നെ നമുക്ക് നോർമൽ ചോറുണ്ട്, കുഴപ്പമില്ല. സ്കൂളിൽ വിട്ട് വരുമ്പോൾ മിക്കവാറും നമ്മുടെ ചോറും കറി തന്നെ ആയിരിക്കുള്ളൂ. അപ്പം മസാലയുടെയൊക്കെ മണമൊക്കെ വന്ന് തുടങ്ങി. ഇനി നമുക്കിതാ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്കിട്ട് മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ പരിപാടി. റൈസ് വെന്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി നമ്മുടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് കിടന്ന് അങ്ങോട്ട് വെന്തോളൂ. കംപ്ലീറ്റ് ആയിട്ട് വേവില്ലല്ലോ, മസാലയിൽ ഇങ്ങനെ മസാല അങ്ങോട്ട് പിടിച്ചോളൂ റൈസിലേക്ക്. ഇതൊക്കെ ആവശ്യത്തിന് മതി. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന സമയം രാവിലെയാണ്. ഉച്ചയ്ക്ക് അങ്ങനെ വേണമെന്നില്ല. ഇതെനിക്ക് വേണമെങ്കിൽ കുറച്ച് റൈസ് ഞാൻ മാറ്റി വെക്കും, അത്രേ ഉള്ളൂ. പക്ഷെ ഇതെനിക്കിപ്പോൾ താല്പര്യം തോന്നുന്നില്ല കഴിക്കാൻ. കാരണം ജനുവരിയിൽ കുറേ പരിപാടികൾ ഞങ്ങൾക്ക് വരുന്നുണ്ട് അല്ലേ, കുറേ ഈവൻറ്റ്സ് വരുന്നുണ്ട്. അപ്പം ആ സമയത്ത് നമ്മൾ കുറച്ച് ഒന്ന് നമുക്ക് വെയിറ്റ് കുറയ്ക്കലല്ല, എൻ്റെ വെയിറ്റ് പെട്ടെന്ന് കുറയൊന്നുമില്ല, വെയിറ്റ് കുറയ്ക്കണതല്ല, എന്നാലും ഒന്ന് ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യാമെന്ന് കരുതി. ഇതൊരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് ആണ്. ഇപ്പം ഒന്ന് ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാമെന്ന് കരുതി. അല്ലെങ്കിൽ ആ ഈവൻറ്റ് വരുമ്പോഴേക്കും ഭയങ്കര ബോറായിട്ടിരിക്കും. ഡിസംബർ അല്ല, ജനുവരി കേട്ടോ. ഡിസംബറിൽ ഇപ്പം അങ്ങനെ വലിയ പരിപാടികളൊന്നുമില്ല. ഇവിടെ റൈസിൻ്റെ അവസ്ഥ ഇത്ര സ്പൈസി മതി ഇവർക്ക് കേട്ടോ. ഒന്ന് കിടന്നൊന്നിടാവട്ടെ. പിന്നെ നമുക്ക് എടുത്തെടുത്ത് വെക്കാം അല്ലേ. മതിയോ? ഇത്ര വെന്താൽ മതിയോ? ഇത്ര ആയാൽ മതിയില്ലേ? ഇനിയിപ്പോൾ നമുക്കിതിന് കുറച്ചും കൂടി ഭംഗി കൂട്ടണ്ടേ? ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതേ കണ്ടുന്ന് രാവിലെ ഞാൻ വറുത്ത് കൊടുത്ത ചിക്കനാണ് കേട്ടോ സെറക്കുട്ടിക്ക്. കുട്ടിക്ക് പുട്ടിൻ്റെ കൂടെ തന്നു ഒന്നല്ലേ. അപ്പം ആ ചിക്കനിൽ നിന്ന് ഒരു 2 പീസ് എടുത്തിട്ട് നമ്മളിതിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യും. ഞാൻ കൂടുതൽ ഇതായിട്ട് ചെയ്യുന്നില്ല, ഒരു 2 പീസ് എടുത്തിട്ടാ ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ അവൾക്ക് സന്തോഷമാവും, ചിക്കൻ കഴിച്ചൊന്നും ആയി, എങ്കിൽ കുറച്ച് തക്കാളിയും അകത്ത് ചെന്നായി. നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മളെ വളരെ
സിമ്പിൾ ആയിട്ടുള്ള, ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യത്തില്ല ഈ റെസിപ്പി. കാരണം അറിയാമല്ലോ നമ്മുടെ റെസിപ്പീസ് ഒക്കെ തട്ടിക്കൂട്ട് റെസിപ്പിയല്ലേ. ഇതാണ് നമ്മുടെ തക്കാളി ചോറ്, ഇവയുടെ ഉച്ചകലത്തെ ലഞ്ച്. ഇനിയിപ്പോൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളുണ്ട്. ഞാൻ ഈ ക്ലീനിങ് എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല കേട്ടോ. കാരണം എനിക്ക് തിരക്കില്ലാത്തപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഇന്നലത്തേക്കാണെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വീട് അത്ര വൃത്തികേടായി. അപ്പം അത്ര വൃത്തികേടായി കിടന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെയാണ്, വേറെ ആരും ചെയ്യാനില്ല. അപ്പം നമ്മൾ ഫ്രീ ആവുന്ന ദിവസം ചെയ്യുന്നു എന്നുള്ളൂ. പിന്നെ എനിക്ക് വേറെ പ്രത്യേകിച്ച് പുറത്ത് പോകുമ്പോൾ വീഡിയോ എടുക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ചില സമയത്ത് വീഡിയോ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ചില സ്ഥലത്തൊക്കെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ചിലപ്പോൾ നമ്മളോട് പറയാറുണ്ട്, ഞങ്ങളുടെ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഡിപ്പെൻസ്, ചില സമയത്ത് അങ്ങനെ പറയും. പക്ഷെ ഞാൻ ഇടയിൽ കൂടെയൊക്കെ എടുത്തായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളത് റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ മോശമല്ലേ. അപ്പോൾ അത് നമ്മൾ മാക്സിമം അത് എടുക്കാതിരിക്കുക. അപ്പോൾ ഞാൻ പോകുന്ന എല്ലാ സ്ഥലത്തും എടുക്കാൻ പറ്റാത്തതുകൊണ്ടിട്ടാണ് കേട്ടോ. പക്ഷേ ഇനി ഫ്യൂച്ചർ നമുക്ക് പെർമിഷൻ എടുത്തിട്ട് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ കുറച്ച് ട്രിപ്പൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചധികം വീഡിയോസ് പുറത്ത് പോകുമ്പോൾ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞൊന്നും വേറൊന്നല്ല, എൻ്റെ അകത്ത് നിന്നിട്ട് എനിക്ക് ഇത്ര ലിമിറ്റേഷൻസിലൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലീനിങ് ചെയ്യാൻ പറ്റും, അതുപോലെ കുഞ്ഞു റെസിപ്പീസ് ചെയ്യാൻ പറ്റും, പിന്നെ ഞാൻ ചെയ്യുന്ന ഡെയിലി ആക്ടിവിറ്റീസ്, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഇതെന്തായാലും നമുക്ക് ഇവയ്ക്ക് കൊടുക്കാം ഫുഡ്. അതിനുശേഷം നമ്മളുടെ മുകളിലത്തെ ക്ലീനിങ്, പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് മിറർ തുടയ്ക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ബൈ. ഇന്നിപ്പം ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ എല്ലാം ഒരു തട്ടിക്കൂട്ടാണ്. ഒരു അവിയൽ പരുവത്തിലുള്ള കുറച്ച് ക്ലിപ്സാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇത് വന്നിട്ട് എല്ലാം നമ്മളുടെ ഫുഡെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പതിവിലും പോലെയല്ല, മഴ വന്നു. അപ്പോൾ എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു, എൻ്റെ ഡ്രസ്സിൽ ഇങ്ങനെ നനഞ്ഞ കൈ കൊണ്ടിട്ട് തൂക്കുന്ന സ്വഭാവം ഉണ്ടോയെന്ന്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പണിയെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അറിയാണ്ട് വീട്ടമ്മമാർ മേ ബി അങ്ങനെ പോവായിരിക്കാം. കാരണം നമ്മളെന്താ വളരെ നാച്ചുറലായിട്ടല്ലേ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം മേ ബി നമ്മുടെ കൈ ഇങ്ങനെ നനഞ്ഞിരിക്കുമ്പം ഈസി ആയിട്ട് നമ്മൾ തുടയ്ക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ അങ്ങോട്ട് വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു, അപ്പോൾ ഒരു കമൻറ്റ് എനിക്ക് വന്നായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മുടെ കൈ എളുപ്പത്തിൽ വേണ്ടിയിട്ട് ഇങ്ങനെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അത്ര നല്ല സ്വഭാവം അല്ല, എനിക്കതറിയാം, ഞാൻ മാറ്റാൻ ശ്രമിക്കാം. പക്ഷേ ഇന്ന് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, സെയിം സ്വഭാവം തന്നെ. അപ്പോൾ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തുടയ്ക്കുകയാണ്. കാരണം ഇന്നലത്തെ ദിവസം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, പുറത്തേക്കൊക്കെ പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇവിടെ പുറകിലൊക്കെ കൺസ്ട്രക്ഷൻസൊക്കെ നടക്കുന്നതുകൊണ്ടിട്ട് നമുക്ക് ഒട്ടും ഡസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത്ര അധികം പൊടിയും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് തുടയ്ക്കുന്നത്. അപ്പം എല്ലാ ദിവസവും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അല്ലാതെ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. ഒരുമിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര ടയർഡായി പോകത്തില്ലേ. അപ്പം ഞാൻ കുറച്ചിച്ച് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം അതിന് ശേഷം എന്തായാലും മുകളിലത്തെ ഗ്ലാസും താഴത്തെ ഗ്ലാസും കാര്യങ്ങളൊക്കെ തുടച്ചു. മെയിനായിട്ട് ഞാൻ ഗ്ലാസും കാര്യങ്ങളൊക്കെ തുടയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴാണ് വിൻഡോസും ഗ്ലാസും കാര്യങ്ങളൊക്കെ തുടയ്ക്കുന്നത്. ചിലപ്പോൾ ഒരു മൂഡ് വന്നിട്ടുണ്ടെങ്കിൽ വൺസ് ഇൻ എ വീക്ക് ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അന്നേരം അപ്പം നമുക്ക് തന്നെ എളുപ്പം, നമുക്ക് അത്ര ബുദ്ധിമുട്ട് വരത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഡസ്റ്റും കാര്യങ്ങളും നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ചെയ്യാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആരും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടിട്ട് ഞാൻ കരുതി കുറച്ചിച്ച് ചെയ്യാമെന്ന് കരുതി. ഞാൻ പറഞ്ഞതുപോലെ ഡിസംബറിൽ ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയാണെങ്കിൽ ഇവരുടെ ആനുവൽ ഡേ ആണ്. അപ്പോൾ ആനുവൽ ഡേ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാവില്ല. അതിന് ഉപരി എനിക്ക് മറ്റു കാര്യങ്ങൾ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സ്ലോട്ട് ബുക്ക് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് നടക്കത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.